ഹായ് ഫ്രണ്ട്സ്, ഫോക്കസിന്റെ മൈക്രോ ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ ടിപ്പുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. പരീക്ഷയ്ക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ഹോട്ട് ടോപ്പിക്കും അതിൽ നിന്നുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇതൊരു ഡിസ്ക്രിപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് പറയാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫിഗർ ഞാൻ വരച്ച് കാണിച്ചിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇതുമായിട്ട് ബേസ് ചെയ്ത് ആംഗിൾസുമായിട്ട് ബേസ് ചെയ്ത്, അതായത് മേൽക്കോണ് കീഴ്ക്കോണ് ആംഗിൾസുമായിട്ട് കോണുകളുമായിട്ട് ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അതിൽ ഒന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചത്. നമുക്കറിയാം, ആ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റഫ് ഫിഗർ വരയ്ക്കുക. ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? നമ്മുടെ ഇവിടെ ഒരു ട്രീ നിൽപ്പുണ്ടായിരുന്നത്. ഈ ഹൈറ്റ് കാണിച്ചിരിക്കുന്ന ആരാണ്? ഒരു ട്രീ ആണ്. ആ ട്രീയുടെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേൽഭാഗം നമ്മുടെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളെ എത്ര ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു, അല്ലെങ്കിൽ എത്ര ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു? 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു. ഇനി അടുത്ത് ചെയ്യുന്നത്, ഈ പൊസിഷനിൽ നിന്ന ആള് ഒരു 40 മീറ്റർ ബാക്കിലേക്ക് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. 40 മീറ്റർ ബാക്കിലേക്ക് മൂവ് ചെയ്ത് ഒരു പൊസിഷനിൽ എത്തുന്നു. അതേ പൊസിഷനിൽ നിന്നുകൊണ്ട് ഇതേ ട്രീയുടെ ടോപ്പ് എത്ര ഡിഗ്രി ആംഗിളിൽ കാണുന്നു? 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ. രണ്ടും ആംഗിൾ ഓഫ് എലിവേഷൻ തന്നെയാണ് ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ട്രീയുടെ എന്ത് കണ്ടുപിടിക്കുക? ഹൈറ്റ് കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. ആദ്യത്തെ പാർട്ട് ഞാൻ പറഞ്ഞു, റഫ് ഫിഗർ വരയ്ക്കുക. ആ ഫിഗർ തന്നെയാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ട്രീയുടെ എന്ത് കണ്ടുപിടിക്കുക? ഹൈറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ ട്രീയുടെ ഹൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ, ഡിപ്രഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ മക്കൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? ടാൻ ഉപയോഗിച്ചാണ്, ടാൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രി റേഷ്യോ ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ ട്രിഗണോമെട്രി റേഷ്യോ ഒക്കെ ആലോചിക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ തന്നിരിക്കുന്ന ആംഗിൾസിന്റെ പ്രത്യേകത നോക്കുക. ആ ആംഗിൾസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഈ റേഷ്യോയിലേക്ക് ഒന്ന് പോകാതെ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അതിന് വേണ്ടിയുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നോക്കിയാടാ, ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾസ് 30, 60 നമ്മൾ സ്ഥിരം കാണുന്ന ആംഗിൾസ് അല്ലേ? 30, 60 വന്നാൽ അപ്പോഴ് ആംഗിൾ റേഷ്യോ, നമ്മൾ ഈ ചാപ്റ്ററിന്റെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിക്കുന്ന ആംഗിളും സൈഡ്സിന്റെ റേഷ്യോയും ആംഗിൾസും അതുമായിട്ട് റിലേഷൻ എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിൽ കരുതുക. അങ്ങനെയുള്ള റിലേഷൻ കണ്ടെത്താൻ പറ്റുമോ നോക്കിക്കഴിഞ്ഞാൽ കാര്യം എളുപ്പമാണ്. അപ്പൊ അതിനുവേണ്ടി സിമ്പിൾ ആയിട്ട് നോക്കി, ഇവിടെ ഇപ്പുറത്തെ 60 ഡിഗ്രി തന്നിട്ടില്ലേ, അതുകൊണ്ട് ഇപ്പുറത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? രണ്ടും കൂടെ ലീനിയർ പെയർ ഫോം ചെയ്യുന്നില്ലേ? അപ്പൊ ലീനിയർ പെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. 190 എന്ത് ചെയ്യുക? 60 മൈനസ് ചെയ്യുക. അപ്പൊ 190 60 മൈനസ് എത്ര കിട്ടൂടാ? 120 ഡിഗ്രി. അപ്പൊ ഇവിടത്തെ ആംഗിൾ നമുക്ക് എത്രയാണെന്ന് മനസ്സിലായി? 120 ഡിഗ്രി. ഇനി ഇവിടെ ഓൾറെഡി ഒരു ആംഗിൾ എത്ര തന്നിട്ടുണ്ട്? 30. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ ട്രയാംഗിളിന്റെ മൂന്നാമത്തെ ആംഗിൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഈ ട്രയാംഗിളിലെ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണോടാ? നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 120 30 കൂടെ ആയപ്പോൾ എത്ര ആയിട്ടുണ്ട്? 150 ആയിട്ടില്ലേ? അപ്പൊ ഇനി 150 നമുക്ക് 190 എത്തേണ്ട. 190 എത്ര കൂടെ മതി? ഒരു 30 ഇവിടെ പോരെ. അപ്പൊ ഇവിടത്തെ ആംഗിൾ എത്ര വരും? 30 ഡിഗ്രി. എന്ന് പറഞ്ഞാൽ ഈ ട്രയാംഗിളിലെ നമ്മുടെ രണ്ട് ആംഗിൾസ് 30, ഇവിടെയും എത്ര? 30. രണ്ട് ആംഗിൾസ് ഈക്വൽ ആയില്ലേ? രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, അവയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ 30യുടെ ഓപ്പോസിറ്റ് അവർ തന്നിട്ടുണ്ട് 40 മീറ്റർ. അപ്പൊ ഈ 30യുടെ ഓപ്പോസിറ്റ് ആയ ഈ സൈഡും എത്ര മീറ്റർ തന്നെയാണ്? 40 മീറ്റർ തന്നെയാണ്. കിട്ടിയില്ലേ? കാര്യങ്ങൾ പോയാല്. അങ്ങനെയാണെങ്കിൽ ഇനി ട്രീയുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഈ ട്രയാംഗിൾ, ഒരാംഗിൾ 90 ഡിഗ്രി, ഒരാംഗിൾ 60 ഡിഗ്രി. 16, 19 കാണുമ്പോഴേ നമുക്ക് കണ്ണുടച്ച് പറഞ്ഞൂടെ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി. അപ്പൊ 30, 60, 90 ആയാൽ നമ്മൾ റേഷ്യോ പഠിച്ചിട്ടില്ലടാ? 30 ഡിഗ്രി, 60 ഡിഗ്രി, പിന്നെ എത്ര ഡിഗ്രിയാടാ? 90 ഡിഗ്രി. ആണെങ്കിൽ റേഷ്യോ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 1:√3 എത്രയായിരിക്കും? 2 ആയിരിക്കും. നമ്മുടെ റേഷ്യോ എത്രയായിരിക്കും? 1:√3 എന്ന് പറഞ്ഞാൽ 30ക്ക് ഓപ്പോസിറ്റ് റേഷ്യോ 1 വരും, 60ക്ക് ഓപ്പോസിറ്റ് റേഷ്യോ √3 വരും, 90ക്ക് ഓപ്പോസിറ്റ് റേഷ്യോ എത്ര വരെയും ചെയ്യും? 2. അപ്പൊ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ 2 റേഷ്യോ വന്നിടത്ത് ലെങ്ത് എത്ര നിൽപ്പുണ്ട്? 40. എന്ന് പറഞ്ഞാൽ 2ന് താഴെ എനിക്ക് 40 എഴുതി കൂടെ? 40 എന്ന് എഴുതി. ഇവിടെ 2 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള റേഷ്യോ എളുപ്പമല്ലേ? കാര്യം 2 അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എങ്ങോട്ട് പോകാടാ? 1ലേക്ക് പോയിക്കൂടെ? 2ഉം 1ഉം തമ്മിലുള്ള റേഷ്യോ എന്താണ്? 2ന്റെ പകുതിയല്ലേ 1. അപ്പൊ റേഷ്യോ പകുതിയായാൽ ലെങ്ത് എന്താവണം? പകുതി ആവണം. അപ്പൊ നമ്മൾ 40യുടെ പകുതി വരുമ്പോൾ എത്ര കിട്ടൂടാ? 40യുടെ നേരെ ഹാഫ് എടുക്കുമ്പോൾ 20. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ നീളം 20 മീറ്റർ. എടാ 1 റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ √3 റേഷ്യോട്ട് പോകാൻ എളുപ്പമല്ല. എന്ത് ചെയ്താൽ മതി? ആ റേഷ്യോ ഉണ്ടെങ്കിൽ ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ 20യിൽ നിന്ന് നമ്മുടെ √3 റേഷ്യോട്ട് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? 20 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? √3 ചെയ്താൽ മതി.
നമ്മുടെ ആൻസർ 20√3 എന്ന് അവിടെ കിട്ടുന്നു. നമുക്ക് വേണ്ടത് 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ നീളമാണ്. 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ നീളം എത്രയെന്ന് കിട്ടി? 20√3. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രീയുടെ ഹൈറ്റ് എത്രയെന്നാണ്? 20√3 മീറ്റർ. വളരെ സിമ്പിൾ ആയിട്ട് ട്രിഗണോമെട്രി റേഷ്യോസ് ഒന്നും പോവാതെ നമുക്ക് ആ ആംഗിളും സൈഡ്സിന്റെ റേഷ്യോ തമ്മിലുള്ള പ്രോപ്പർട്ടി അനുസരിച്ച് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ തവണത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം. കൂട്ടുകാർക്ക് ആൻസർ ചെയ്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യന് ഇത്തവണത്തെ നമ്മുടെ മോഡൽ എക്സാമിന് ടാൻജന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രൂഫ് എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇത്തിരി കൂടിയ മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പ്രൂഫ് നോക്കിക്കഴിഞ്ഞാൽ 3-4 ലൈൻസേ ഉള്ളൂ. അത്രയും നമ്മൾ കൃത്യമായിട്ട് എഴുതിയാൽ അതിന് നമുക്ക് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് കിട്ടും. അത്തരത്തില് ടാൻജന്റ് എന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ടാൻജന്റ് എന്ന ഭാഗത്ത് നിന്ന് വീണ്ടും ചോദിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രൂഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്രൂഫ് ആണെങ്കിലും 2-3 സ്റ്റെപ്പ് ഇതിനുള്ളൂ. ചോദിച്ചാൽ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് നമുക്ക് ഷുവർ ആണ്. അതുകൊണ്ട് കൂട്ടുകാര് ആ ടെക്സ്റ്റിലുള്ള സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പ്രൂഫുകളൊക്കെ ഒന്ന് നോക്കിയിരിക്കുക. ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് 2 സർക്കിൾ തന്നിട്ട് ഒരു വലിയ സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു ചെറിയ സർക്കിളും. ഈ 2 സർക്കിളിലും കോമൺ ആയിട്ട് വരുന്ന രീതിയിൽ AB എന്ന് പറയുന്ന ടാൻജന്റും വരച്ചിട്ടുണ്ട്, CD എന്ന് പറയുന്ന ടാൻജന്റും വരച്ചിട്ടുണ്ട്. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ 2 ടാൻജന്റും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. AB ഈക്വൽ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? CD ആണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ പാറ്റേണിലുള്ള നമ്മൾ ടാൻജന്റ് ഈക്വൽ ആണെന്നുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര അകന്ന് നിൽക്കുന്ന തരത്തിലുള്ള സർക്കിൾസ് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പേടിക്കാനൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ആൻസർ. ഇത് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ABയെയും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, CDയെയും ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവരൊരു പോയിന്റ് വെച്ച് എന്ത് ചെയ്യും? കൂട്ടിമുട്ട്. തൽക്കാലം ഞാൻ ആ പോയിന്റ് എന്ത് പേര് കൊടുക്കുന്നു? P എന്ന പേര് കൊടുക്കുന്നു. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് ടാൻജന്റ് ഫ്രം ഔട്ട്സൈഡ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചിരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള റിസൾട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ ആൻസർ നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മുടെ ഈ വലിയ സർക്കിൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ട്സൈഡ് ഉള്ള പോയിന്റ് അല്ലേ ഇപ്പൊ P. ആ P സർക്കിളിലോട്ട് എത്ര ടാൻജൻസ് വരയ്ക്കാം? 2 ടാൻജൻസ് അല്ലേ? ഔട്ട്സൈഡ് ഉള്ള പോയിന്റിന് എത്ര ടാൻജൻസ് വരയ്ക്കാം? 2 ടാൻജൻസ് വരയ്ക്കാം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ 2 ടാൻജന്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഒന്നാമത്തെ ടാൻജന്റ് P തൊട്ട് C വരെ ഒരു ടാൻജന്റ്. അപ്പൊ എന്തെഴുതാം? PC ആണ് ആദ്യത്തെ ടാൻജന്റ്. അതുപോലെ P എന്ന് വലിയ സർക്കിളിലേക്കുള്ള രണ്ടാമത്തെ ടാൻജന്റ് ഏതാണ്? P തൊട്ട് A വരെ ഉണ്ട്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടാൻജന്റ് ഏതാണ്? PA ആണ് രണ്ടാമത്തെ ടാൻജന്റ്. നമ്മൾ പഠിച്ച റിസൾട്ട് അനുസരിച്ച് ഈ 2 ടാൻജന്റ് എന്താ? ഈക്വൽ ആണ് അല്ലേ? അതുപോലെ ചെറിയ സർക്കിൾ നോക്കിയേ. ചെറിയ സർക്കിളിന്റെ ഔട്ട്സൈഡ് ഉള്ള പോയിന്റ് അല്ലേ ഇപ്പൊ P. അപ്പൊ Pയിൽ നിന്ന് വരയ്ക്കുന്ന 2 ടാൻജന്റുകൾ ആരൊക്കെ? P തൊട്ട് D വരെയും P തൊട്ട് B വരെയുമുള്ള 2 ടാൻജന്റുകൾ ആരൊക്കെയാണ്? PDയും അതുപോലെ എന്താണ്? PBയും. ഈ 2 ടാൻജന്റുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമ്മുടെ ആൻസറിലോട്ട് എന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ഈ 2 ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്താൽ മതി? അങ്ങ് മൈനസ് ചെയ്താൽ മതി. 2 തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. നോക്കിയേ, ഇപ്പൊ ഇവിടെ വരുന്നത് PCയിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്യുമ്പോൾ PCയിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? PDയെ നമ്മൾ മൈനസ് ചെയ്യണം. റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ PAയിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? PA മൈനസ് എന്ത് ചെയ്യണം? PB നമ്മൾ ചെയ്യണം. ഇത് രണ്ടും ഈ ലെഫ്റ്റ് സൈഡുകൾ ഇക്വേഷൻസ് ഈക്വൽ ആയതുകൊണ്ട് ഈ കിട്ടുന്ന ആൻസറുകൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇനി നമുക്ക് നോക്കാം. PCയിൽ നിന്ന് PD കളയുക. അതാ PC എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ ടാൻജന്റ് അല്ലേ? അതിൽ നിന്ന് PD എന്ന് പറഞ്ഞാൽ ഈ വെളിയിലോട്ടുള്ള ഭാഗമല്ലേ? ഇതിനെ കളയുന്നു. ഇതിനെ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി CD തന്നെയല്ലേ കിട്ടുന്നത്? അപ്പൊ PC മൈനസ് PD എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? CD തന്നെയാണ്. അതുപോലെ നോക്കിയേ, നമ്മുടെ PA എന്ന് പറഞ്ഞാൽ P തൊട്ട് നമ്മുടെ ഇനി മേളിൽ A വരെയുള്ള നീളമാണ്. അതിൽ നിന്ന് PB കളയുന്നു. PB എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഭാഗമല്ലേ? ഈ ഭാഗം നമ്മൾ കളയുന്നു. കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി AB തന്നെയല്ലേ കിട്ടുന്നത്? അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഈ PA മൈനസ് PB നമുക്ക് AB എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ആൻസർ എന്തായി? CD ഈക്വൽ ടു AB. ഇത്തരത്തില് 2 3 കൂടി പറഞ്ഞ ഒരു 4 സ്റ്റെപ്പ് നോക്കുക. ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫൊക്കെ ചോദിക്കും. പലരും നമ്മൾ ഈ പ്രൂഫ് എന്ന് കാണുമ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ട് മറ്റുള്ള ക്വസ്റ്റിലേക്ക് പോകാനാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് 2 3 സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയൊന്ന് പഠിക്കുക. അവിടുത്തെ റിസൾട്ടുകൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് നോക്കി വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ആൻസറിലോട്ട് എത്താൻ പറ്റും. അത്തരത്തില് വരാൻ സാധ്യത കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കിയേ, ഇത്തവണത്തെ നിങ്ങളുടെ മോഡൽ എക്സാം 2024 മോഡൽ എക്സാമിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ വളരെ ചെറിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസറിലോട്ട്
പറ്റും. ഓൾറെഡി അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു വാളാണ്. ആ വാളിലേക്ക് ഒരു ലാഡർ അവർ ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലാഡർ ലീൻ ചെയ്ത് വെക്കുന്ന ലാഡർ നമ്മുടെ ഏണി ചാരി വെച്ചിരിക്കുന്നു. അത് ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അതിന്റെ ഫൂട്ടും നമ്മുടെ വാളിന്റെ ഫൂട്ടും തമ്മിൽ എത്ര മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറയുന്നു? 3 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറയുന്നു. ഒന്നാമത്തെ പാർട്ട് ചോദ്യം കണ്ടോ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ലാഡർ. ലാഡറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കുക. നമുക്കറിയാലോ അവിടെ നമ്മുടെ വാളം ഗ്രൗണ്ടുമായിട്ട് മേക്കുന്ന ആംഗിൾ എത്രയാണ്? 90. 16, 19 കാണുമ്പോഴേ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കിട്ടൂല. എത്രയാണ്? 30 ഡിഗ്രി. അപ്പൊ നോക്കിയേ 30 ഡിഗ്രി, 60 ഡിഗ്രി, പിന്നെന്താണ് 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ സൈഡിലുള്ള റേഷ്യോ എത്രയാണ്? 1:√3 എത്രയെന്ന് എഴുതാം? 2 എന്ന് നമുക്ക് എഴുതാം. അതിന് നമുക്കിപ്പോ നോക്കിയിടാം. നമുക്ക് ഇവിടെയാണ് എത്ര ഡിഗ്രി വരുന്നത്? മേളിലാണ് 30 ഡിഗ്രി വരുന്നത്. ആ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൽ 3 തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ റേഷ്യോ 1 വരുന്ന സൈഡ് എത്ര തന്നിട്ടുണ്ട്? 3 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ലാഡറിന്റെ ഹൈറ്റ് അല്ലേ? അപ്പൊ ലാഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏതിന് ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത്? 90ക്ക് ഓപ്പോസിറ്റ്. 90ക്ക് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 2 റേഷ്യോ ഉള്ള ലെങ്ത് കണ്ടുപിടിക്കണം. എടാ 1:3 ആണെങ്കിൽ 2:2 എത്ര കണ്ടുപിടിക്കുക? സിമ്പിൾ അല്ലേ? കാര്യം നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, 1 2 ആയിട്ടുള്ള റിലേഷൻ എന്താണ്? 1ന്റെ ഡബിൾ അല്ലേ 2? അപ്പൊ ലെങ്ത് എന്തായിരിക്കണം? 3യുടെ ഡബിൾ ആൻസർ വരണം. 3യുടെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 മീറ്റർ. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഡറിന്റെ നീളം എത്രയെന്ന് കിട്ടും? 6 മീറ്റർ. അടുത്ത ഭാഗത്താണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ്. അവിടെ ചെറിയൊരു കാര്യം പറഞ്ഞ കാര്യം കഴിഞ്ഞു. എന്ത് ചെയ്താൽ മതി? അവർ നോക്കിയ ലാഡറിന്റെ ഇത്രയും 60 ഡിഗ്രി ഫ്ലോറുമായിട്ട് മേക്ക് ചെയ്യുന്ന ലാഡർ ഇപ്പൊ കുറച്ചുകൂടെ ചരിച്ചവർ വെച്ചു. ചരിച്ച് വെച്ചപ്പോൾ അത് ഫ്ലോറുമായിട്ട് എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്? 30 ഡിഗ്രി. ചോദ്യം എത്രയേ ഉള്ളൂ? എടാ ലാഡർ ഇങ്ങനെ നിന്നിരുന്ന ലാഡറിനെ നമ്മൾ കുറച്ചുകൂടെ ചരിവിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ടോപ്പ് മേളിൽ നിന്ന് എങ്ങോട്ടേക്ക് വരുന്നു? താഴെ ഈ പോയിന്റിലേക്ക് വരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വോളിൽ നിന്നുള്ള ഹൈറ്റ് ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടില്ലേ? കുറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഇപ്പോഴും അത് തന്നെയാണ്. നമ്മുടെ ലാഡറിന്റെ ടോപ്പും നമ്മുടെ വോളിന്റെ ഫൂട്ടും തമ്മിൽ എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. ഇത്രയും കണ്ടുപിടിച്ചാൽ അവിടെയും നിങ്ങൾ നോക്കിയാൽ ഇവിടെ 90 ഡിഗ്രി ഉണ്ട്, ഇവിടെ 30 ഡിഗ്രി ഉണ്ട്. സ്വാഭാവികമായിട്ട് അപ്പൊ ഇവിടെ എത്ര ഡിഗ്രി? 60 ഡിഗ്രി അല്ലേ? 60 ഡിഗ്രി. അതിനിപ്പോ നമുക്ക് അറിയാവുന്ന കാര്യം ഇനിയാണ് ഇമ്പോർട്ടന്റ്. നമുക്കറിയാം, എന്റെ കയ്യിൽ ഒരു ഏണി ഉണ്ടെന്ന് നിങ്ങൾ കരുതുക. ഞാൻ ഏണി ആദ്യം ചുവരിൽ ചാരി വെച്ചിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഏണിയെ കുറച്ചുകൂടെ സ്ലോപ്പിൽ ചാരി വെച്ചിരുന്നു. ഞാൻ ഇങ്ങനെ ചാരി വെച്ചാലും ഏണിയുടെ ലെങ്ത് മാറുമോ? മാറില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കുമ്പോഴും ലാഡറിന്റെ ലെങ്ത് എത്ര തന്നെയാണ്? 6 മീറ്റർ തന്നെയാണ്. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ലാഡറിന്റെ ലെങ്തില് മാറ്റമില്ല. അപ്പൊ ലാഡർ ഇപ്പോഴും 6 മീറ്റർ തന്നെയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് 6 ആണെന്ന് അറിയാം. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് ഓൾറെഡി എത്രയാണ്? 6 മീറ്റർ ആണെന്ന് അറിയാം. നമുക്ക് വേണ്ടത് ഇപ്പൊ ഇനി കണ്ടുപിടിക്കേണ്ട ലെങ്ത് ഈ 30യുടെ ഓപ്പോസിറ്റുള്ള ലെങ്ത് അല്ലേ വേണ്ടത്? എടാ 90ക്ക് ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടത് 30ക്ക് ഓപ്പോസിറ്റ് ആര് തന്നെയാണ്? 6ന്റെ പകുതിയല്ലേ? കാരണം 90ക്ക് ഓപ്പോസിറ്റ് റേഷ്യോ 2 അല്ലേ? 2ന്റെ പകുതിയിലോട്ടല്ലേ നമുക്ക് വരേണ്ടത്. അപ്പൊ 6ന്റെ പകുതിയിലോട്ട് പോവാ. 6ന്റെ പകുതിയിലോട്ട് വരുമ്പോൾ ലെങ്ത് എത്രയെന്ന് കിട്ടും? 3 മീറ്റർ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ബോളിലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 3 മീറ്റർ. അപ്പൊ ഇതിനാകെ അറിഞ്ഞിരിക്കേണ്ട ഇത്ര കാര്യങ്ങളും നമ്മൾ ആ ഏണിയെ എങ്ങനെയൊക്കെ നമ്മൾ ഇനി ചാരി വെച്ചിരുന്നാലും ലാഡറിന്റെ ലെങ്തിന് മാറ്റം വരുന്നില്ല. അത്രയും നമ്മൾ ഓർമ്മിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. വേറെ കാൽക്കുലേഷൻ ഒന്നുമില്ല. ആ റേഷ്യോ നമ്മളൊന്ന് എഴുതി നോക്കിയാൽ മതി, ആൻസർ കിട്ടും. പലരും ഈ പടവും ക്വസ്റ്റ്യന്റെ ലെങ്തും ഒക്കെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യും. ആരും സ്കിപ്പ് ചെയ്യരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് ഓരോന്നിനകത്തുള്ളത്. മാക്സിമം ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുപോലെ വലിയ കാൽക്കുലേഷൻ ഇല്ലാതെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്തത്. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോഴത്തെ മോഡൽ എക്സാമിന് കഴിഞ്ഞ വർഷങ്ങളിൽ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. എല്ലാ വീഡിയോസും ഇതിന് മുന്നേ ചെയ്തതും ഇന്നുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.